السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അള്ളാഹു നമ്മുടെ ഇൽമിൽ ബറക്കത്ത് നൽകട്ടെ. പരിശുദ്ധ ദീനിൻ്റെ യഥാർത്ഥ മുത്തഖിയായിട്ട് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലി മരിക്കാനും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. മുഅ്മിനീങ്ങളെ, അൻആം സൂറത്തിലെ 151-ാമത്തെ ഒരു ആയത്തുണ്ട്. ഖുൽ തആലു അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും അല്ലാ തുശ്രികൂ ബിഹി ശൈഅൻ വബിൽ വാലിദൈനി ഇഹ്സാന. അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചിട്ട് അല്ലാഹ് പറയുകയാണ്, ഖുൽ നബിയെ നിങ്ങൾ പറയണം, തആലു ഇങ്ങോട്ട് വരൂ എന്ന് ജനങ്ങളെ വിളിച്ചു പറ. അത്ലു മാ ഹറമ റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയ കാര്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ഓതി തരാം, നിങ്ങൾക്ക് പറഞ്ഞു തരാം. അല്ലാ തുശ്രികൂ ബിഹി ശൈഅ, അല്ലാഹുവിനെ നിങ്ങൾ ഒരിക്കലും ശിർക്ക് വെക്കരുത്. അല്ലാഹുവിന് ശിർക്ക് വെക്കുന്നത് വലിയ പാതകമാണ്. ഇത് പറഞ്ഞ ഉടനെ തന്നെ അല്ലാഹു പറഞ്ഞ മറ്റൊരു പ്രയോഗം, വബിൽ വാലിദൈനി ഇഹ്സാന, നിന്റെ മാതാപിതാക്കൾക്ക് നീ ഗുണം ചെയ്തു കൊടുക്കണം. അല്ലാഹുക്ക് ശിർക്ക് വെക്കരുത് എന്ന് പറഞ്ഞിട്ട് റബ്ബ് പറയണ വെക്കെന്താ? മാതാപിതാക്കളെ മറന്നു പോകല്ലേ. സുബ്ഹാനല്ലാഹ്. മാതാപിതാക്കളുടെ തൃപ്തി നീ നേടിയെടുത്തിട്ടില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ തൃപ്തി നിനക്ക് ലഭിക്കുകയില്ല. ഉറപ്പാണ്. മാതാപിതാക്കളുടെ കാലിൻ്റെ അടിയിലാണ് സ്വർഗമെന്ന് പഠിപ്പിച്ച മതത്തിൻ്റെ അഖിലുകാരാണ് നമ്മൾ. വൃദ്ധസദനങ്ങൾ കൂനുപോലെ മുളച്ചു പൊന്തുന്ന ഈ കാലഘട്ടത്തിൽ, അത്യാധുനിക യുഗത്തില് ഭൗതികതയുടെ ഡിഗ്രി കൂട്ടങ്ങൾ ഇംഗ്ലീഷ് അക്ഷരമാലകളെ കൊണ്ട് തൻ്റെ പേരിൻ്റെ പിറകിൽ ചാർത്തപ്പെടുമ്പോൾ, തൻ്റെ ഉമ്മയെക്കുറിച്ചുകൊണ്ട് ഉപ്പയെക്കുറിച്ചുകൊണ്ട് എല്ലുന്തിയ വളഞ്ഞൊട്ടിയ ശരീരം നിന്റെ അരികിലേക്ക് വരുമ്പോൾ അവർ നിനക്കൊരു മോശക്കാരായിട്ട് ചിത്രീകരിക്കുന്ന ഒരു കാലഘട്ടം. അവിടെയാണ് പറയുന്നത്, വബിൽ വാലിദൈനി ഇഹ്സാന, നിന്റെ മാതാപിതാക്കൾക്ക് നീ ഗുണം ചെയ്യണം. വീണ്ടും അല്ലാഹ് പറയുന്നു, വസൈനൽ ഇൻസാന ബിവാലിദൈനി ഹുസ്നാ, നിന്റെ മാതാപിതാക്കൾക്ക് നീ ഗുണം ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് വസിയത്ത് ചെയ്യുന്നു. വഇൻ ജാഹദാക ലിതുശ്രിക ബി മാ ലൈസ ലക ബി ഇൽമ, അല്ലാഹു ശിർക്ക് വെക്കാൻ നിനക്ക് അറിവില്ലാത്ത, നിനക്ക് ഒന്നും തിരിയാത്ത ശിർക്ക് വെക്കുന്ന വഴിയിലേക്ക് നീ പോകല്ലേ. വലാ തുതിഉഹുമാ, അവരോട് നീ വഴിപ്പെട്ടു പോകരുത്. ഇലയ്യ മർജിഉകും, നിന്റെ മടക്കം എന്നിലേക്കാണ്. ഫഉനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ, നീ ചെയ്തു കൂട്ടിയ തെറ്റിനെ കുറിച്ച് ഞാൻ നിന്നെ ഉണർത്തുക തന്നെ ചെയ്യും. അപ്പൊ ശിർക്കിന്റെ വഴിയിലേക്ക് പോകല്ലേ എന്ന് ഗൗരവത്തിൽ പറയുന്ന കൂട്ടത്തിൽ അല്ലാഹ് പറയാണ്, നിന്റെ മാതാപിതാക്കളെ വേദനിപ്പിക്കല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി, റഗിമ അൻഫു റജുലിൻ, റഗിമ അൻഫു റജുലിൻ, റഗിമ അൻഫു റജുലിൻ. ഇവിടെ പുരുഷന്റെ പേരാ പറഞ്ഞത്, പക്ഷെ സ്ത്രീകളും ഇതിൽ പെടും കേട്ടോ. അല്ലെങ്കിൽ ആരും പേര് പറയണ്ട. റഗിമ അൻഫ്, അവന്റെ മൂക്ക് മണ്ണിൽ ഉരസട്ടെ എന്ന് പറഞ്ഞാൽ അത്രയും നിന്ദ്യനാവട്ടെ. ആരാണത്? മൻ യാ റസൂലല്ലാഹ്, ആരാണത്? റസൂൽ അവരോട്, മൻ അദ്റക വാലിദൈഹി അബവൈഹി, മാതാപിതാക്കൾ അവന്റെ അടുത്തുണ്ട്. എന്തൽ കിബർ, പ്രായാധിക്യത്തിൽ പ്രയാസപ്പെടുന്ന മാതാപിതാക്കൾ അവന്റെ കൂടെയുണ്ട്. രണ്ടുപേരോ അല്ലെങ്കിൽ രണ്ടിൽ ഒരാളോ അവന്റെ കൂടെയുണ്ട്. ഫലം യുദ്ഖിലിൽ ജന്ന, അവൻ സ്വർഗം നേടിയിട്ടില്ല അവരെ കൊണ്ട്. അവർക്ക് ഗുണം ചെയ്ത് അള്ളാന്റെ കോടതിയിൽ സ്വർഗം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ എത്തിയിട്ടില്ല എങ്കിൽ
അവൻ നിന്ദ്യനായിട്ട് ദുനിയാവിൽ നിന്ന് ജീവൻ പോവട്ടെ എന്ന് അഷ്റഫുൽ ഖൽഖ് നബി തങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ള വഹയിന്റെ വെളിച്ചം കൊണ്ട് ലോകത്തെ പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമ് നൽകുമാറാവട്ടെ.